ഹായ്, അപ്പം നല്ല ടേസ്റ്റി ആയിട്ട് അടിപൊളിയായിട്ട് തന്നെ ഇതാകൊണ്ട് ഇന്ന് ഞാൻ ചിക്കൻ ചിക്കയുടെ ഒരു റെസിപ്പി ആയിട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നല്ല എളുപ്പത്തിൽ തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എങ്ങനെ ഇത് ഉണ്ടാക്കാം നോക്കാം. അപ്പോൾ ഒരു ബൗളിലോട്ട് ഇതാക്കൊണ്ട് ഞാൻ കുറച്ച് ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു സ്പൂൺ തൈരും കൂടെ പകർന്ന് കൊടുത്തു. മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇങ്ങനെ കുഴച്ചെടുക്കുക കേട്ടോ. ഇനി ഒരു 10 മിനിറ്റോളം നമുക്കത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുക. ഇനി 2 സവാള എടുത്തിട്ടുണ്ട്. സവാള അതൊക്കെ ഞാൻ കുനുകുനായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കനം കുറച്ചിട്ട് അരിയണം. ഇനി ഒരു പാത്രം അടുപ്പത്തോട്ട് വെച്ച് കൊടുക്കുക. അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ കേട്ടോ പാർന്ന് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ സവാള അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുക. ഇനി സവാള ഒരു ഗോൾഡൻ കളറായി കിട്ടിയിട്ടാ അതുവരേക്ക് നമുക്ക് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. അപ്പോൾ സവാളയുടെ കളറൊക്കെ ഒന്നിങ്ങനെ മാറി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ സവാള അതാ ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി അത് കോരി മാറ്റാം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ആ ഒരു എണ്ണയിലോട്ട് തന്നെ കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി അതിൻ്റെ ഒരു പച്ച സ്മെല്ലൊന്ന് പോയി കിട്ടട്ടെ. ഇനി അതിലോട്ട് കുറച്ച് തക്കാളിയും കൂടെ ഇട്ട് കൊടുത്തു. ഇനി ഇത് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇളക്കിയെടുക്കുക. തക്കാളി ഉണ്ടല്ലോ ഒന്ന് ഉടഞ്ഞ് വരണം കേട്ടോ, ഒന്ന് കുഴഞ്ഞ് വരണം. അത് വരേക്കൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇനി ഇതാ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്, ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കാശ്മീരി പൊടിയും അതേപോലെ തന്നെ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊക്കെ നന്നായിട്ട് തന്നെ വഴറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ ലേശം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നേരത്തെ ചിക്കനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ നമുക്കിതിൽ കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. നേരത്തെ വാട്ടി വെച്ച ഉള്ളി ഉണ്ടല്ലോ അതും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതൊക്കെ നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുക. ഇനി ഒരു 5 മിനിറ്റോളം ഇതാകൊണ്ട് ഞാൻ അടച്ചു വെച്ച് ഒന്ന് സിമ്മിലിട്ടിട്ട് വേവിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പത്തിന് ആ ഉള്ളിലത്തെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഒരു ചിക്കൻ ഉണ്ടല്ലോ അതുകൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ വഴറ്റി എടുക്കുക കേട്ടോ. മസാലയൊക്കെ എല്ലാ ഭാഗത്തോട്ടും ആക്കി കൊടുക്കുക. ഇനി ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു സിമ്മിലിട്ടിട്ട് ഒരു അരമണിക്കൂറോളം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പത്തിന് നമ്മളെ ഒരു ചിക്കൻ ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ട് ആ വെള്ളം ആ മസാല ഒക്കെ ഇതൊക്കെ നല്ല മസാല കൊടുക്കാനുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കേട്ടോ. വാവ്! അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.